അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കമൻറ്റുകളുടെ റിപ്ലൈയും പിന്നെ നമ്മൾ കറക്റ്റായിട്ട് തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നും കൂടി പറയുന്നുണ്ട്. ഫസ്റ്റത്തെ കമൻറ്റ് ഇതാണ്. എല്ലാവരും പറയും മുസ്ലിം പെൺകുട്ടികൾ അടക്കവും ഒതുക്കവും പാലിക്കണമെന്ന്, എന്നാലേ ജീവിതത്തിൽ ഉയരത്തിൽ എത്തുള്ളൂ എന്ന്. ഇതൊക്കെ സത്യമാണോ എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ ഒരുപാട് റൂൾസ് ഉണ്ട്. അതിൽ ഉൾപ്പെടുന്നതാണ് അടക്കവും ഒതുക്കവും ഒക്കെ. ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഇതേപോലെ തന്നെ റൂൾസ് ഉണ്ട്. അപ്പോൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരു വേർതിരിവില്ല. അപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികൾക്കും അച്ചടക്കവും ഒതുക്കവും ഒക്കെ വേണം. പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഈ ലോകത്തിലെ ഉയർച്ചയാണ് നോക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് ചിലപ്പോൾ അച്ചടക്കവും ഒതുക്കവും ഒന്നും ആവശ്യം വരത്തില്ല. അള്ളാഹു പറഞ്ഞത് അനുസരിക്കാത്തവർക്കും അനുസരിക്കുന്നവർക്കുമൊക്കെ ഒരുപോലെ ഉയർച്ചയൊക്കെ കൊടുത്ത് ഈ ജീവിതത്തിൽ വെച്ച് പരീക്ഷിക്കാറുണ്ട്. താഴ്ചയും അതുപോലെ തന്നെയാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അള്ളാഹു ഒരുപാട് താഴ്ചകൾ കൊടുത്ത് പരീക്ഷിക്കാറുണ്ട്. ഒരിക്കലും നമ്മൾ അള്ളാഹു പറഞ്ഞതൊക്കെ അനുസരിക്കേണ്ടത് ഈ ലോകത്തിലെ ഉയർച്ചയെ ലക്ഷ്യം വെച്ചിട്ടല്ല. നമ്മൾ അള്ളാഹു പറഞ്ഞതൊക്കെ അനുസരിച്ച് ജീവിക്കേണ്ടത് ആഖിറത്തിലെ ഉയർച്ചയെ ലക്ഷ്യം വെച്ചിട്ടാണ്. ഈ ലോകത്തിൽ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിന് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അള്ളാഹു നമ്മളെ ചിലപ്പോൾ ഉയർച്ചയിൽ വെച്ച് പരീക്ഷിക്കും, അല്ലെങ്കിൽ താഴ്ചയിൽ വെച്ച് പരീക്ഷിക്കും. അപ്പോൾ നമ്മൾ അതിലൊന്നും അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ഉയർച്ചയിലെത്തുമ്പോഴത്തേക്ക് നമ്മൾ അള്ളാഹുവിനെ മറക്കരുത്, താഴ്ചയിലെത്തുമ്പോൾ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തരുത്. നമ്മൾ എപ്പോഴും അള്ളാഹുവിലുള്ള വിശ്വാസത്തോടെ അള്ളാഹു പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിക്കേണ്ടത് ആഖിറത്തിലെ ഉയർച്ചയിലെത്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ പെൺകുട്ടികളോ ആൺകുട്ടികളോ എന്ന വേർതിരിവില്ല. അടുത്ത കമൻറ്റ് ഇതാണ്. നമ്മൾ തൗബ പകൽ സമയം ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ വീട്ടിൽ ആരുമില്ലെങ്കിൽ എന്ന്. നമുക്ക് തൗബ എപ്പോഴും വേണോ ചെയ്യാം. പിന്നെ അല്ലാതെ തന്നെ കുറച്ച് നല്ല സമയങ്ങളുമുണ്ട് തൗബ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ തൗബ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഞാൻ 5 സ്റ്റെപ്പായിട്ട് തൗബ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഏത് തെറ്റിന് വേണ്ടിയാണ് നമ്മൾ തൗബ ചെയ്യാൻ പോണത് ആ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിർത്തണം. ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളായിരിക്കാം. ആ തെറ്റുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ നിർത്തണം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്ത തെറ്റിന് വിഷമം ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്തു പോയല്ലോ, അള്ളാഹു പറഞ്ഞത് അനുസരിക്കാതെ നമ്മൾ ചെയ്തു പോയല്ലോ എന്ന് ഓർത്ത് നമ്മുടെ മനസ്സിൽ വിഷമം വരണം. അല്ലാതെ നമ്മൾ ചെയ്തു പോയ തെറ്റിന് അള്ളാഹുവിൻ്റെ നിന്ന് മാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ആവരുത് തൗബ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്തതിന് നമ്മുടെ മനസ്സിൽ വിഷമം ഉണ്ടായിരിക്കണം. എന്നാലേ അള്ളാഹു നമ്മുടെ തൗബകൾ സ്വീകരിക്കത്തുള്ളൂ. നാലാമത്തെ സ്റ്റെപ്പ്, നമ്മളൊരു ഡിസിഷൻ എടുക്കണം. നമ്മൾ ഇനി ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന ഡിസിഷൻ എടുക്കണം. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇനിയും ഈ തെറ്റ് ആവർത്തിച്ചിട്ട് തൗബ ചെയ്താൽ അള്ളാഹു പുറത്ത് തരും എന്ന് ആലോചിച്ചിട്ട് തൗബ ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല എന്ന് വിചാരിക്കണം. അള്ളാഹുവിന് നമ്മുടെ മനസ്സറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് പുറമേ എന്തും പറയാൻ പറ്റും, നമ്മുടെ മനസ്സിലുള്ളത് അള്ളാഹുവിനറിയാം. അപ്പോൾ നമ്മൾ അത്രയ്ക്കും സിൻസിയറായിട്ട് വിചാരിക്കണം. നാലാമത്തെ സ്റ്റെപ്പാണ്, നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് മാപ്പ് ചോദിക്കണം. അള്ളാഹുവേ, ഞാൻ ചെയ്തു പോയ തെറ്റിന് നീ മാപ്പ് തരണേ റബ്ബേ, ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ആവർത്തിക്കത്തില്ല അള്ളാഹുവേ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് വിഷമം വരുന്ന, നമുക്ക് കരച്ചിൽ വരുന്ന രീതിക്ക് നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കണം. നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്ത തെറ്റ് വേറൊരാളുടെ അടുത്ത് പറയേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ചെയ്യുന്ന തെറ്റ് വേറൊരാളുടെ പറഞ്ഞ് പരസ്യമാക്കിയാൽ അത് വേറൊരു തെറ്റായിട്ട് മാറും. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് മാത്രം നമ്മൾ ചെയ്ത തെറ്റുകൾ പറഞ്ഞാൽ മതി, അള്ളാഹു പുറത്തു തരും. പിന്നെ അഞ്ചാമത്തെ കാര്യം, നമ്മളിപ്പോൾ തെറ്റ് ചെയ്യുന്നത് നമ്മളിൽ മാത്രം നിൽക്കാത്ത തെറ്റുകളുണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ മറ്റൊരാളുടെ കുറ്റം പറഞ്ഞ് അവരെ വിഷമിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യുന്നത്, അങ്ങനത്തെ തെറ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ അവരുടെ കയ്യിൽ നിന്നും കൂടെ മാപ്പ് വാങ്ങണം. ഇനിയിപ്പോൾ ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്നും കൂടെ നമ്മൾ മാപ്പ് വാങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് അവരുടെ മനസ്സിലെ ദേഷ്യം അലിയാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ നമുക്ക് ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള മനസ്സ് തരണേ റബ്ബേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം.
ചിലപ്പോൾ നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് ഒരു തെറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും ഒരു നിമിഷത്തിൽ ശൈത്താൻ്റെ ഇതുകൊണ്ട് നമ്മളങ്ങ് ചെയ്തു പോകണമെങ്കിൽ നമ്മൾ ഒരിക്കലും തൗബ ചെയ്യാതിരിക്കരുത്. അള്ളാഹു നമ്മൾ എത്ര തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചാലും തിരിച്ച് അള്ളാഹുവിലേക്ക് മാപ്പ് ചോദിച്ച് മടങ്ങിയാൽ പുറത്തു തരും. പക്ഷെ നമ്മളുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ടുള്ള ഉറപ്പ് വേണം, നമ്മൾ ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യത്തില്ല എന്നുള്ള. നമുക്കിനി ഏത് സമയത്ത് വേണമെങ്കിലും തൗബ ചെയ്യാം. നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് മനസ്സുകൊണ്ട് വരെ സംസാരിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് മനസ്സിൽ വെച്ച് തന്നെ അള്ളാഹുവിൻ്റെ അടുത്ത് തൗബ ചോദിക്കാൻ പറ്റും. അതിനിപ്പോൾ നമ്മളുടെ അടുത്ത് ആളുണ്ടെന്നോ ആളില്ലെന്നോ പറയുന്ന ഒരു കുഴപ്പവുമില്ല. പിന്നെ തൗബ ചെയ്യാൻ വേണ്ടി കുറച്ച് നല്ല സമയങ്ങളുണ്ട്. ആ നല്ല സമയങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെയാണെന്ന്. ഫസ്റ്റത്തത്, നമ്മൾ തെറ്റ് ചെയ്തിട്ട് ആ സമയം തന്നെ നമ്മുടെ മനസ്സിൽ അള്ളാഹുവെ ഞാൻ ചെയ്ത് തെറ്റാണല്ലോ എന്ന ചിന്ത വരുമ്പോൾ തന്നെ നമ്മൾ തൗബ ചെയ്യണം അള്ളാഹുവിൻ്റെ അടുത്ത്. രണ്ടാമത്തെ സമയം എന്ന് പറയുന്നത് ലാസ്റ്റ് തേർഡ് ഓഫ് നൈറ്റാണ്. അതായത് നമ്മുടെ രാത്രിയെ മൂന്നായിട്ട് ഭാഗിച്ചതിൽ അവസാനത്തെ ഭാഗം. സാധാരണയായിട്ട് നമ്മൾ തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന സമയത്ത്. മൂന്നാമത്തത് നമ്മൾ നിസ്കാരത്തിൻ്റെ സുജൂദിൻ്റെ സമയത്തിൽ. നാലാമത്തത് നമ്മൾ ഫർള് നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ ശേഷമുള്ള സമയത്ത്. പിന്നെ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലുള്ള സമയത്ത്. പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അസറിന് ശേഷമുള്ള സമയങ്ങളിൽ. പിന്നെ നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു തെറ്റ് ചെയ്തെന്ന് നമുക്ക് ബോധ്യമായാൽ നമ്മൾ ഒരിക്കലും ഒരു ബെസ്റ്റ് ടൈമിന് വേണ്ടി കാത്തിരിക്കരുത് തൗബ ചെയ്യാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിനെ അറിയത്തുള്ളൂ നമ്മൾ എപ്പോഴാണ് മരിക്കുന്നതെന്ന്. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും മരിക്കാം. നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തെന്ന് നമുക്ക് ബോധ്യമായി, നമ്മൾ രാവിലെ ആയിരിക്കും ആ തെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും ഉച്ചയ്ക്ക് ലൊഹറ നിസ്കരിച്ച ശേഷം അള്ളാഹുവിൻ്റെ അടുത്ത് തൗബ ചെയ്യാമെന്ന്. ചിലപ്പോൾ നമ്മൾ ലൊഹറ നിസ്കരിക്കുന്നതിന് മുമ്പ് മരിച്ചു പോയാലോ? അപ്പോൾ നമുക്ക് എപ്പോഴാണ് തെറ്റ് ചെയ്തതെന്ന് ബോധ്യമാവുന്നു, അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് തൗബ ചെയ്യണം. ഇനി അടുത്ത കമൻറ്റ് നോക്കാം. എൻ്റെ മാരേജാണ് ആഫ്റ്റർ ഫ്യൂ മന്ത്സ്, ബട്ട് നല്ല പേടിയാണ്. എങ്ങനെ ഇസ്ലാമിക് വേയിൽ പ്രിപ്പയർ ആകേണ്ടത്? മെൻ്റലി എങ്ങനെയാണ് പ്രിപ്പയർ ആവേണ്ടത്? ഇതിൻ്റെ ആൻസർ എനിക്ക് നല്ലപോലെ പറയാൻ പറ്റുമോ എന്നറിയത്തില്ല, കാരണം എനിക്ക് ഈ കാര്യത്തിൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. എൻ്റെ കല്യാണവും 3-4 മാസം കഴിയുമ്പോഴത്തേക്കുമാണ്. അപ്പോൾ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ്, നമ്മൾ എല്ലാവരും നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം പറഞ്ഞു തരാം. നമ്മുടെ ഈ ലോകത്തിൽ വെച്ച് നമ്മൾക്ക് അറിവ് വെച്ചതിന് ശേഷം നമ്മൾ മെയിൻ ക്യാരക്ടർ ആവുന്നത് 2 കാര്യത്തിലാണ്. ഒന്ന് നമ്മുടെ കല്യാണത്തിലും, രണ്ടാമത്തത് നമ്മൾ മരിക്കുമ്പോഴും. കല്യാണത്തിൻ്റെത് മരിക്കുന്നത് പോലെയല്ല, കാരണം കല്യാണത്തിൻ്റെ ടൈമിങ് നമുക്ക് ഏകദേശം മനസ്സിലൊരു ധാരണ കാണും. പക്ഷേ മരിക്കുന്നത് നമുക്ക് എപ്പോഴും പ്രിപ്പയർ ആയിട്ടിരിക്കേണ്ട കാര്യമാണ്. ഇനി കല്യാണത്തിന് മുമ്പ് മനസ്സിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഫസ്റ്റത്തെ കാര്യം, നമ്മൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുത്തണം. നമ്മൾ കറക്റ്റായിട്ട് 5 നേരത്തെ ഫർള് നിസ്കാരങ്ങളും നിസ്കരിക്കണം. പിന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് എപ്പോഴും ദുആ ചെയ്യണം, നല്ല റൈറ്റീസ് ആയിട്ടുള്ള ഹസ്ബൻഡിനെ കിട്ടാനും, കല്യാണ ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടാനും, നിങ്ങൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കാനും ഒക്കെ ദുആ ചെയ്യണം. ഇനിയിപ്പോൾ ഹസ്ബൻഡിന് അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ കുറവാണെങ്കിൽ അതുപോലെ ആവാതെ അവരെ കൂടെ അള്ളാഹുവിനോട് അടുപ്പിക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ എല്ലാ ദിവസവും അള്ളാഹുവിനു വേണ്ടി സമയം ചിലവാക്കാൻ മാറ്റിവെക്കണം. അതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടായാലും അതുപോലെ ആ സമയം നമ്മൾ എത്ര തിരക്കുണ്ടായാലും മാറ്റിവെക്കണം. പിന്നെ നമ്മൾ കല്യാണത്തിന് മുമ്പ് തന്നെ നമ്മുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇനിയിപ്പോൾ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും. പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ പാർട്ട്ണർ പറയുന്ന ഹലാലായ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുകയും ഹറാമായ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർ നമ്മുടെ സങ്കല്പത്തിലുള്ള പോലെ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കത്തില്ല. എപ്പോഴും നമ്മൾ നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് റെസ്പെക്റ്റോട് കൂടിയേ സംസാരിക്കാവൂ. ഒരിക്കലും നമ്മൾ ചീത്ത വാക്കുകൾ ഉപയോഗിച്ചോ ഒന്നും സംസാരിക്കരുത്. പിന്നെ നമ്മൾ ഒരുപാട് പേരിൽ നിന്ന് കേൾക്കുന്നതാണ്, ഫസ്റ്റ് കല്യാണം കഴിച്ച സമയത്തുള്ള സ്നേഹമൊന്നും പിന്നീട് കാണത്തില്ല എന്ന്. ആ സ്നേഹം നിലനിർത്തണമെങ്കിൽ നമ്മൾ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാനും സോറി പറയാനും ഒക്കെ നമ്മൾ മനസ്സ് കാണിക്കണം. നമ്മൾ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ കുറ്റം മറ്റുള്ളവരടുത്ത് പറയാതെ എന്താണ് അവർ ചെയ്തതിൽ നമുക്ക് വിഷമമായ കാര്യം അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റെന്തെന്ന് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് സോൾവ് ആക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ എപ്പോഴും പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം.
നമ്മൾ ആവശ്യമില്ലാതെ മെഹ്റംസ് അല്ലാത്തവരടുത്ത് ഇടപെടുന്നതും സംസാരിക്കുന്നതുമൊക്കെ ഒഴിവാക്കണം. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ പോലും നോൺ മെഹ്റംസൊക്കെ വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഔറത്തൊക്കെ മറച്ചിട്ട് വേണം നിൽക്കാൻ. പിന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിയ്യത്ത് വേണം, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയും എൻ്റെ ഈമാനിനെ നിലനിർത്താൻ വേണ്ടിയിട്ടും ഒരു നല്ല റൈറ്റേഴ്സായിട്ടുള്ള ഫാമിലി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ കല്യാണം കഴിക്കുന്നു എന്ന നിയ്യത്ത് മനസ്സിൽ വേണം. പിന്നെ നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യം, ഒരു വിവാഹം കഴിച്ചു എന്ന് വെച്ച് നമ്മുടെ ജീവിതം തീരുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ വിവാഹം കഴിക്കാൻ പോണ ആൾ ഭയങ്കര അബ്യൂസീവ് ആണെങ്കിലോ നമുക്ക് ഒന്നും നേരത്തെ മുൻകൂട്ടി കാണാൻ പറ്റത്തില്ല. എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണുള്ളത്. അള്ളാഹു ഏതൊക്കെ രീതിയിലാണ് നമ്മളെ പരീക്ഷിക്കുന്നതെന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഏതെങ്കിലും കാരണത്തിൽ ആ വിവാഹം ഒഴിവാക്കേണ്ടി വന്നാൽ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ ജീവിതം തീർന്നെന്ന്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതം തന്നെ നമ്മളൊന്ന് റോൾ മോഡലാക്കി എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.